മികച്ച പോളിംഗ് ഉള്ള സമയത്തൊക്കെ UDF നല്ല വിജയം കൈവരിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങൾക്ക് റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഞങ്ങൾ തുടക്കം മുതൽ തന്നെ പറയുന്നത്. ആ ഒരു ഭൂരിപക്ഷത്തോടെ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരും. അതിൻ്റെ ഒരു ശുഭലക്ഷണമാണ് ഇപ്പോൾ ഇന്നലെ കനത്ത പോളിംഗ് എല്ലായിടത്തും കണ്ടത്. പോളിംഗ് ബൂത്തുകളിലൊക്കെ ഞങ്ങളുടെ പ്രതിനിധികൾ അതുപോലെ പാർട്ടി ഓരോ മണ്ഡലങ്ങളിലും ഒക്കെ നിരീക്ഷിച്ചപ്പോൾ അവിടെയൊക്കെ തന്നെ ആളുകളുടെ റെസ്പോൺസ് UDF അനുകൂലമായിട്ടുള്ള ഒരു റെസ്പോൺസാണ് ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടിയത് എന്നൊക്കെ റിപ്പോർട്ട് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അതൊരു ആശ്വാസത്തിലാണ് നമ്മളെല്ലാവരും. ലീഗ് എത്ര സീറ്റ് വരെ കിട്ടുന്നതാണ് കണക്കുകളിലൊരു? ലീഗിന് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളൊക്കെ നല്ലൊരു കൂടുതൽ സീറ്റ് ഞങ്ങൾക്ക് കിട്ടും. ജില്ലാ കമ്മിറ്റികളുടെയൊക്കെ ഒരു വിലയിരുത്തൽ വന്നോ? അവരുടെ റിപ്പോർട്ട് വന്നോ? എന്താ അവസ്ഥ? പരിപൂർണമായിട്ടും വന്നിട്ടില്ല. ഇതിൽ നിന്നാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ മുഴുവൻ സീറ്റുകളും നേടുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യമാണ്. മലപ്പുറം ജില്ലാ ലീഗ് കമ്മിറ്റിയും അതുപോലെ UDF മലപ്പുറം ജില്ലാ കമ്മിറ്റിയൊക്കെ തന്നെ വലിയ ആത്മവിശ്വാസമാണ്. 16 മണ്ഡലങ്ങളിലും UDF തന്നെ വിജയിക്കുന്നത്. അതുതന്നെയാണ് സാധ്യത. ഇപ്പോൾ നിങ്ങളൊക്കെ വിലയിരുത്തലും അത് തന്നെയാണ്. നിങ്ങൾ വിലയിരുത്തുന്നതൊക്കെ വരികൾക്കിടയിൽ 2 ദിവസമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ട്രെൻഡ് എല്ലാവരും വർത്തമാനം UDF അനുകൂലം തന്നെയാണ്. അപ്പോൾ UDF അധികാരത്തിൽ വരും എന്ന് തന്നെയാണ്. ഇപ്പോൾ ഇടതുപക്ഷ നേതാക്കന്മാരുടെ വർത്തമാനം കേട്ടാലും അത് മനസ്സിലാവും. കാരണം അവരുടെ ആത്മവിശ്വാസക്കുറവ് പ്രകടമാണ്. UDF അനുകൂലമായ ഒരു തരംഗം തന്നെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ. അതുകൊണ്ടാണ് ഈ 100 സീറ്റ് എന്നൊക്കെ പറയുന്നത്. ആ തരംഗം ഉണ്ട് എന്നാണ്. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞതാണ് അത്ര ഒരു ആവശ്യമില്ല എന്നുള്ളത്. പക്ഷേ ഞാനല്ല മുനവറലി തങ്ങൾ പറഞ്ഞത് സാഹചര്യം നോക്കി അത് പരിഗണിക്കും ആവശ്യം അല്ല. അതെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട. തങ്ങളെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞത് അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങളതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. മറ്റ് അങ്ങനെയുള്ള ചർച്ചകളൊന്നും കൊണ്ടുവരാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുമില്ല. അതുകൊണ്ടാണ് തങ്ങളെ പറഞ്ഞത്. അതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞു. പിന്നെ എന്തിനാ ഇപ്പോൾ ചോദിക്കുന്നത്? ആദ്യം ഭൂരിപക്ഷം കിട്ടട്ടെ. ഈ രാജ്യത്തിൻ്റെ പ്രശ്നം പലതും ഉണ്ടല്ലോ. അതല്ലേ നമുക്ക് നോക്കണം. അല്ല അത് തന്നെ അതെ. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്തിയിട്ട് തന്നെയല്ലേ പറയുന്നത്. 100 സീറ്റ് കിട്ടാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. കാരണം എന്താ വെച്ചാൽ നല്ല ഒരു 20-18 സീറ്റ് UDF ജയിച്ചില്ല. അതേ ട്രെൻഡാണെങ്കിൽ ഉണ്ടാവുമല്ലോ. നിങ്ങൾ കണക്കൂട്ടി നോക്കിയാൽ മതി. പിന്നെ പേരാമ്പ്ര ഒക്കെ അതൊക്കെ വലിയ പ്രതീക്ഷ. അതുപോലുള്ള സീറ്റുകളൊക്കെ പ്രതീക്ഷിക്കല്ലേ. സൗത്ത് അതുപോലെ അങ്ങോട്ട് കോഴിക്കോട് ജില്ലയിലൊക്കെ മുഴുവൻ സീറ്റിലും പ്രതീക്ഷയാണ്. മലപ്പുറം ജില്ലയിൽ പിന്നെ പോട്ടെ. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് സീറ്റൊന്നും കിട്ടിയില്ല. ഇവിടെ സമയത്ത് വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നത് UDF വരില്ല, തുടർച്ചയാണ് പറയുന്നത്. VD സതീശന്റെ അസഭ്യ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വരില്ല. ഇപ്പം നേരെ തിരിച്ചാണ് പറയുന്നത്. VD സതീശൻ മികച്ച നേതാവാണെന്നുള്ള ഒരു പരാമർശം ഫലമായിട്ടാണെന്ന് തോന്നുന്നത്. അല്ല, അത് പിന്നെ UDF വരും എന്നുള്ളൊരു വസ്തുതയാണെങ്കിൽ അപ്പോൾ അതൊക്കെ ഒരു സാക്ഷ്യപത്രമായിട്ട് നിങ്ങൾ തന്നെ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഞാനും ഞാനൊരു വ്യാഖ്യാനം പറയേണ്ട ആവശ്യമില്ല. ഇവരൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ട്. മീഡിയ തന്നെ വിലയിരുത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ കൂടിയാലോചനകളുണ്ടാവും. UDFൻ്റെ കൂടിയാലോചനയുണ്ടാവും. എന്തായാലും ഒരു കാര്യം തീർച്ചയായും ഞങ്ങളുടെ ആത്മവിശ്വാസം വളരെ പ്രകടമാണല്ലോ. സതീശൻ പറഞ്ഞ കണക്കിലേക്ക് തന്നെ എത്തും. അത് തന്നെയാണ് ഞങ്ങളൊക്കെ തോന്നൽ. ഇന്നത് കൊടുക്കും.